ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് സെക്ഷൻ 7.4 ഇൻ്റഗ്രൽസ് ഓഫ് സം പെർട്ടിക്കുലർ ഫങ്ഷൻസ് ആണ്. അതിൽ കുറച്ച് ഫോർമുലാസ്, ഒരു 6 ഫോർമുല നമുക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾക്കത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻറ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു 1/a tan ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. അങ്ങനെ ഒരു 6 ഫോർമുലാസ് നമ്മൾ പഠിക്കണം. ഈ 6 ഫോർമുലാസ് ഉപയോഗിച്ച് എങ്ങനെ പ്രോബ്ലം ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രോബ്ലം തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഇൻറ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 16. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻറ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 16 എന്ന് പറഞ്ഞാൽ എന്താ? 4 സ്ക്വയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ എഴുതി. ഇനി നമ്മുടെ ഏത് ഫോർമുലയാണ് യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഇത് ഇൻറ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ, ഒരു കോൺസ്റ്റൻറ്റ് 4 ആണ് ഇവിടെ കിടക്കുന്നത്, എ സ്ക്വയർ. ഈ ഒരു ഫോർമുല എന്തുവാ? എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. നിങ്ങൾക്ക് ഫോർമുല എഴുതി തന്നിട്ടില്ലേ? അതിലുണ്ടല്ലോ ഇൻറ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറയണത് 1/2a ലോഗ് എക്സ് മൈനസ് എ ബൈ എക്സ് പ്ലസ് എ പ്ലസ് സി ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കിക്കേ, ക്വസ്റ്റ്യനിൽ എക്സിൻ്റെ പൊസിഷനിൽ എക്സ് സ്ക്വയർ തന്നെയാണ് വന്നേക്കുന്നത്, എക്സ് സ്ക്വയർ തന്നെ വന്നേക്കുന്നത്. എൻ്റെ പൊസിഷനിൽ ആരാ വന്നേക്കുന്നത്? 4 അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസറിൽ എൻ്റെ അവിടെ എന്ത് കൊടുക്കണം? റീപ്ലേസ് ചെയ്താൽ മതി, 4 എന്ന് കൊടുത്താൽ മതി. ദെർഫോർ ഇൻറ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 16 ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എ എന്താ വരിക? 4 ലോഗ് എക്സ് മൈനസ് എൻ്റെ അവിടെ 4 കൊടുത്തു, എക്സ് മൈനസ് 4 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 4 പ്ലസ് സി. നിങ്ങൾ ഇതിനെ ഒന്നുകൂടെ എഴുതാം. 1/2 ഇൻറ്റു 4 8, 1/8 ലോഗ് എക്സ് മൈനസ് 4 ബൈ എക്സ് പ്ലസ് 4 പ്ലസ് സി. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇവാലുവേറ്റ് ഇൻറ്റഗ്രൽ 1/x മൈനസ് 1 ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് 2 ഡി എക്സ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾക്ക് എഴുതുന്നിട്ടുള്ള 6 ഫോർമുല വെച്ചിട്ട് ഡയറക്റ്റായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ആ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റില്ല. തൊട്ട് മുമ്പ് ചെയ്ത പോലെ ഡയറക്റ്റ് ഫോർമുല അപ്ലിക്കേഷൻ ഇവിടെ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നോക്കാം കേട്ടോ. ദാറ്റ് ഈസ് പുട്ട് ടി ഈക്വൽ ടു റൂട്ട് എക്സ് പ്ലസ് 2. ഈ ഒരു ഫംഗ്ഷന് നമ്മൾ ടി എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെയെങ്കിൽ ടി സ്ക്വയർ എന്താ വരിക? ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് എക്സ് പ്ലസ് 2ൻ്റെ സ്ക്വയർ. അപ്പോൾ ആ റൂട്ട് പോവില്ലേ? അത് എക്സ് പ്ലസ് 2 ഇങ്ങനെയല്ലേ വരിക ടി സ്ക്വയർ. ഓക്കെ, ഇതിൽ നിന്ന് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എക്സ് ഈക്വൽ ടു പ്ലസ് 2 ഇങ്ങോട്ട് വരുമ്പോൾ -2 ആവും അല്ലേ? ഇറ്റ് ഇസ് എക്സ് ഈക്വൽ ടു ടി സ്ക്വയർ -2. ഇത് വരെ എഴുതി നിർത്തി. ഇനി ടി സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് 2നെ നമ്മൾ ഡെറിവേറ്റീവ് കാണാണ്, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് കാണുന്നത് കേട്ടോ. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? നമുക്കറിയാം 2x ആണ് ഇല്ലേ? വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇവിടെ നമ്മൾ ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് കാണുകയാണ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ. അപ്പോൾ എന്താ വരിക ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്? 2t ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ്. അപ്പോൾ നമുക്കറിയാം അല്ലേ, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് 2x ഇൻറ്റു 2x എന്നാണ് വരുന്നത്, പക്ഷെ അവിടെ ആക്ച്വലി 2x ഇൻറ്റു ഡി എക്സ് ബൈ ഡി എക്സ് എന്ന് ചെയ്യുന്നുണ്ട്. ഡി എക്സ് ബൈ ഡി എക്സ് 1 ആയതുകൊണ്ടാണ് 2x ഇൻറ്റു 1 ദാറ്റ് ഇസ് 2x എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ? ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ചെയ്യുന്നത്. അപ്പോൾ ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2t ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് വിത്ത് റെസ്പെക്ട് ടു എക്സ്? 1 ആണ്. പ്ലസ് 2 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് 2t ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് ഈക്വൽ ടു 1 കിട്ടി. ദാറ്റ് ഇസ് 2t ഡി ടി ഈക്വൽ ടു ഡി എക്സ്. ഇങ്ങനെ നമുക്ക് കിട്ടി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഏതാണ്? ദെർഫോർ ഇൻറ്റഗ്രൽ 1/x മൈനസ് 1 ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് 2 ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 1/x മൈനസ് 1. എക്സ് ടിയുടെ ടേംസിൽ എങ്ങനെയാണ് വരുന്നത്? എക്സ് ഈക്വൽ ടു ടി സ്ക്വയർ -2 ആണ് അല്ലേ? അപ്പോൾ ഈ എക്സിൻ്റെ അവിടെ ഞാൻ കൊടുക്കുകയാണ് ടി സ്ക്വയർ -2 -1. എക്സിനാണ് കൊടുത്തേക്കുന്നത് ടി സ്ക്വയർ -2 എന്ന്.
ബാക്കിയുള്ളത് -1 ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് ടു എന്താണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തേക്കുന്നത് ടി എന്നല്ലേ ഇൻറ്റു ടി ഡി എക്സിന് എന്താ കൊടുത്തേക്കുന്നത് 2t dt വിച്ച് ഇസ് ഈക്വൽ ടു 1/t സ്ക്വയർ -2 -1 എന്താണ് -3 അല്ലേ ഓക്കെ ടി സ്ക്വയർ -3 ഇൻറ്റു ടി 2t dt ഇവിടുത്തെ 2 ടീം ക്യാൻസൽ ചെയ്യാലോ സോറി ഇൻറ്റഗ്രൽ ഉണ്ട് കേട്ടോ 2 ടീം ക്യാൻസൽ ചെയ്തു 2നെ നമ്മൾ പുറത്തേക്ക് എടുത്തു അപ്പോൾ എന്ത് വരും 2 ഇൻറ്റു ഇൻറ്റഗ്രൽ dt/t സ്ക്വയർ -3 അല്ലേ ഇതിനെ നമുക്കൊന്നും കൂടെ എഴുതാലോ 2 ഇൻറ്റു ഇൻറ്റഗ്രൽ dt/t സ്ക്വയർ -3 എന്ന് പറയുന്നത് √3ൻ്റെ സ്ക്വയർ അല്ലേ അത് 3നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും √3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എഴുതാൻ പറ്റും ഇല്ലേ ഇനി നോക്കിക്കേ ഇത് ഈ ഒരു ടേം കേട്ടോ ഇതെന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ dx/x സ്ക്വയർ -a സ്ക്വയർ ഈ ഒരു ഫോർമുലയിലേക്ക് കിടക്കുന്നത് നമ്മൾ പഠിച്ച ഫോർമുല 6 സെക്കൻഡ് ഫോർമുലയിൽ ഇത് അതിൻ്റെ വാല്യൂ എന്താ 1/2a log x - a/x plus a plus c അല്ലേ അങ്ങനെയാണെങ്കിൽ ഇതെന്താ വരിക നമുക്ക് അറിയണതാണ് കേട്ടോ ദെൻ ഇത് ഇൻറ്റഗ്രൽ 2 ഇൻറ്റു dt/ ഇവിടെ എക്സ് നമ്മുടെ ഫോർമുലയിൽ നമ്മൾ എക്സ് എന്നാണ് വേരിയബിൾ കൊടുത്തേക്കുന്നത് ഇവിടെ നമുക്ക് എന്താ ടി എന്നാണ് കൊടുത്തേക്കുന്നത് അല്ലേ അപ്പോൾ 2 ഇൻറ്റു 1/2 ഇൻറ്റു എ എന്ന് പറയുന്നത് എന്താ √3 ലോഗ് എക്സ് ഇവിടെ എന്താ ഉള്ളത് ടി ആണല്ലേ അപ്പോൾ എക്സിൻ്റെ അവിടെ ടി നമ്മൾ റീപ്ലേസ് ചെയ്തു x - a എന്ന് പറയുന്നത് √3 ആണ് /t പ്ലസ് √3 പ്ലസ് സി 2 2 ക്യാൻസൽ ആവും ദാറ്റ് ഈസ് വിച്ച് ഇസ് ഈക്വൽ ടു 1/√3 ലോഗ് t - √3/t പ്ലസ് √3 പ്ലസ് സി അഗെയിൻ ടീനെ നമ്മൾ റീപ്ലേസ് ചെയ്യുക ടി എന്ന് പറയുന്നത് √x+2 ആണ് therefore 1/√3 log √x+2 minus √3 divided by √x+2 plus √3 plus c ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണോ എന്തെങ്കിലും ഡൗട്ട് ഏതെങ്കിലും ഒരു പോയിന്റോ സ്റ്റെപ്പിലോ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇവാലുവേറ്റ് ഇൻറ്റഗ്രൽ sec² x dx ഡിവൈഡഡ് ബൈ √tan² x + 4 ഇതാണ് നമ്മൾ ചോദിച്ചേക്കുന്നത് ഇവിടെ നമുക്ക് ഡയറക്റ്റായിട്ട് ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റില്ല സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യണം അപ്പോൾ നമ്മൾ tan x-ന് t എന്ന് പറഞ്ഞ് കൊടുക്കാണ് കേട്ടോ പുട്ട് t = tan x ഓക്കെ അങ്ങനെയെങ്കിൽ ഡെറിവേറ്റീവ് പറഞ്ഞേ dt/dx = tൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x dt/dx = tan x-ൻ്റെ ഡെറിവേറ്റീവ് എന്താണ് sec² x അല്ലേ sec² x that is dt is equal to sec² x into dx ഓക്കെ ഇതുവരെ സ്റ്റെപ്പ് ക്ലിയർ ആയെന്ന് വിചാരിക്കണം ഇനി therefore നമ്മുടെ ക്വസ്റ്റ്യൻ ഏതാണ് ഇൻറ്റഗ്രൽ sec² x dx ഡിവൈഡഡ് ബൈ √tan² x + 4 is equal to ഇൻറ്റഗ്രൽ sec² x dx എന്ന് പറയുന്നത് എന്തുവാ dt അല്ലേ അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്തു dt എന്നാക്കി ഡിവൈഡഡ് ബൈ √tan² x + 4 അല്ലേ √tan² x-ന് നമ്മൾ എന്താ കൊടുത്തേക്കുന്നത് tan x-ന് t എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തേക്കുന്നത് അപ്പോൾ tan² x എന്താ വരിക t² എന്നല്ലേ t² പ്ലസ് 4നെ നമുക്ക് എങ്ങനെ എഴുതാം 2² എന്ന് എഴുതി കൂടെ ഓക്കെ ഇനി നമുക്ക് ഫോർമുല അറിയാം ഇൻറ്റഗ്രൽ dx/√x² + a² എന്താണത് ലോഗ് x പ്ലസ് √x² + a² x² + a² പ്ലസ് സി ഇതല്ലേ ഫോർമുല നോക്കൂ ഇവിടെ നമുക്ക് ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതായത് നമുക്ക് 6 ഫോർമുല തന്നതിൽ ആദ്യത്തെ 3 ഡിനോമിനേറ്ററിൽ റൂട്ട് എന്ന് പറഞ്ഞില്ല അപ്പോൾ ആ 3 ഫോർമുല എന്തായാലും ഉപയോഗിക്കാൻ പറ്റില്ല ഇനി 5ാമത്തെ ഫോർമുലയിൽ ഡിനോമിനേറ്ററിൽ റൂട്ട് ഉണ്ട് അല്ലേ √x². ഇവിടെ എക്സിൻ്റെ പൊസിഷനിൽ ഏത് വേരിയബിളാണ് വന്നേക്കുന്നത് ടി a² അവിടെ എന്താ വന്നേക്കുന്നത് 2². അപ്പോൾ എൻ്റെ പൊസിഷനിൽ 2ഉം എക്സിൻ്റെ അവിടെ ടി ആണ് therefore which is equal to log
എക്സ് എന്ന് പറയുന്നത് നമ്മൾ ടി കൊടുത്തു, ടി പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നിട്ടുള്ളടത്ത് നമ്മൾ എഴുതി ടി സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ദാറ്റ് ഇസ് 4 പ്ലസ് സി അല്ലേ. ഇതല്ലേ നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇനി എഗെയിൻ നമ്മൾ ടീനൊക്കെ റീപ്ലേസ് ചെയ്യുക, വിച്ച് ഇസ് ഈക്വൽ ടു ലോഗ് ടി എന്ന് പറയുന്നത് എന്താ, ടാൻ എക്സ് പ്ലസ് റൂട്ട് ഓഫ് ടി സ്ക്വയർ എന്ന് പറയുന്നത് എന്താ, ടാൻ സ്ക്വയർ എക്സ് പ്ലസ് 4 പ്ലസ് സി. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി ടെക്സ്റ്റിലത്തെ ഇതേപോലത്തെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ഇൻറ്റഗ്രൽ 1/x² - 6x + 13 dx. ഇത് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, ഇത് നമ്മൾ പഠിച്ച 6 ഫോർമുലാസ് ഇല്ലേ, ഇതാ ഈ 6 ഫോർമുലയിലും ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ അല്ലല്ലോ ഇത്, അല്ല. അപ്പോൾ നമ്മുടെ ഇവിടെ ഡിനോമിനേറ്റർ x² - 6x + 13 നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പോലെ, ഈ ഒരു ഫോർമുലയിൽ ഏതെങ്കിലും ഡിനോമിനേറ്ററിനെ പോലെ നമുക്ക് ആക്കണം. ഓക്കെ, അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നിങ്ങൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ഇല്ലേ. അതായത് ഡിനോമിനേറ്റർ ടീച്ചർ ഏതാണ്, x² - 6x + 13. എന്താ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ x² കോഎഫിഷ്യന്റ് 1 ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വർഗം പൂർത്തിയാക്കൽ എന്ന് പറഞ്ഞാൽ, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ ഹാഫ് അതിൻ്റെ സ്ക്വയർ വെച്ചിട്ട് ഈ ഒരു ഇക്വേഷനെ ആഡ് ചെയ്യുകയും ചെയ്യുക, സബ്ട്രാക്ഷനും ചെയ്യാം. എന്താണ്, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്, ആ കോഎഫിഷ്യൻ്റെ പകുതി എടുക്കുക, ആ ഒരു സംഖ്യേൻ്റെ സ്ക്വയർ വെച്ചിട്ട്, ആ ഒരു സംഖ്യയുടെ വർഗം വെച്ചിട്ട് ഈ ഒരു ഇക്വേഷനിൽ ആഡ് ചെയ്യുകയും ചെയ്യുക, സബ്ട്രാക്ഷൻ ചെയ്യാം. അതായത് ഇപ്പോൾ ഞാൻ എഴുതി x² - 6x. ഇനി ഇവിടെ നോക്കിക്കേ, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആരാ, -6 അല്ലേ. -6ൻ്റെ പകുതി എന്താ, അതെ -3 വരും. -3യുടെ സ്ക്വയർ എന്താ, -3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ് അല്ലേ. അപ്പോൾ 9 നമ്പർ ഉണ്ട്. ഈ ഒരു ഇക്വേഷൻ ആഡ് ചെയ്യുകയും ചെയ്യുന്നു, ഒപ്പം തന്നെ സബ്ട്രാക്ഷനും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ ഒരു ചേഞ്ച് വരുന്നില്ലല്ലോ. ബാക്കി റിമൈനിങ് ടേംസ് നമ്മൾ എഴുതി +13. ഇതുവരെ ക്ലിയർ അല്ലേ. ഓക്കെ, ഇതിനെ ഞാനൊന്ന് അറേഞ്ച് ചെയ്യാണ്. x², ഓക്കെ നോക്കിക്കേ, ഇവിടെ x² - 6x + 9 എന്ന് പറയുന്നത് ആരുടെ എക്സ്പാൻഷനാണ്, യെസ്, x - 3 ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ അല്ലേ. നമുക്കറിയാം a - b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, a² - 2ab + b² ആണ് അല്ലേ. അങ്ങനെയെങ്കിൽ x - 3 ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന എക്സ്പാൻഷനാണ് x² - 6x + 9. ഇനി ബാക്കിയുള്ള ടേംസ് പറയൂ, -9 + 13 എത്രയാ, +4 അല്ലേ. ഓക്കെ, +4 വിച്ച് ഇസ് ഈക്വൽ ടു x - 3 ഹോൾ സ്ക്വയർ പ്ലസ് 4 നമുക്ക് എങ്ങനെ എഴുതാം, 2 സ്ക്വയറിന് എഴുതി കൂടെ. ഓക്കെ, ഇത് ക്ലിയർ ആയില്ലേ. അങ്ങനെയെങ്കിൽ therefore integral 1/x² - 6x + 13 dx is equal to integral 1/x² - 6x + 13 എന്ന് പറയുന്നത് നമുക്ക് കണ്ടുവച്ചിട്ടുണ്ട് നമ്മൾ. അതേതാണ്, x - 3 ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ dx. ഇനി we know that integral dx/x² + a² എന്ന് പറഞ്ഞാൽ എന്താ, 1/a tan inverse x/a + c അല്ലേ. ഇവിടെ നോക്കിക്കേ, എക്സിൻ്റെ പൊസിഷനിൽ എന്താ കിടക്കുന്നത്, ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വഴി ചെയ്യാം. ഇത് x - 3ക്ക് t എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ തന്നെ നമുക്ക് ജസ്റ്റ് ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ എക്സിൻ്റെ അവിടെ കിടക്കുന്നത് എന്താ, x - 3, എൻ്റെ പൊസിഷനിൽ കിടക്കുന്നത് ആരാ, 2. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് ചെയ്യണമെന്നില്ല. therefore which is equal to, ഇതെന്ത് വരും, 1/a, എൻ്റെ അവിടെ കിടക്കുന്നത് 2 ആണ്, 1/a tan ഇൻവേഴ്സ് എക്സിൻ്റെ അവിടെ കിടക്കുന്നത് എന്താ, നമ്മുടെ ക്വസ്റ്റ്യനിൽ x - 3 അല്ലേ. x - 3/a, എന്ന് പറയുന്നത് 2 ആണ്, പ്ലസ് c. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ക്ലിയർ ആയോ. ഇനി ഇത് വെച്ച് പോലെ ഇതേപോലെ മെത്തേഡിൽ ചെയ്യുന്ന കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ചെയ്യുന്ന 2-3 പ്രോബ്ലംസ് ടീച്ചർ ഹോംവർക്കായിട്ട് തരാണ്. ഈ ഹോംവർക്കിൻ്റെ ആൻസർ ഞാൻ അയക്കുന്ന PDF ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നോട്ട് നോക്കുക. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആവാത്ത എന്തെങ്കിലും ഒരു പോർഷൻ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചോളൂ. ഓക്കെ അപ്പോൾ നമ്മുടെ ഈ 4 ക്വസ്റ്റ്യൻസാണ് ഹോംവർക്കായിട്ട് തന്നേക്കുന്നത്. ഇപ്പോൾ ചെയ്ത പോലെ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ പ്രോബ്ലംസാണ്. അപ്പോൾ ഇത് നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. കിട്ടാത്തുണ്ടെങ്കിൽ
ഞാൻ തരുന്ന നോട്ടിലുണ്ടാവും ഇതിൻ്റെ ആൻസർ. അത് നോക്കാം കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇൻ്റഗ്രൽസ് ഓഫ് ദി ടൈപ്പ് ഇൻ്റഗ്രൽ പി എക്സ് പ്ലസ് ക്യൂ ഡിവൈഡ് ബൈ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഡി എക്സ്. ഇങ്ങനെ വന്ന് എന്ത് ചെയ്യും എന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഇവിടെ നോക്കൂ, നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ ന്യൂമറേറ്ററിൽ 1/, എന്ന് പറഞ്ഞിട്ട് വന്നത് അല്ലേ. ഇവിടെ പക്ഷെ അങ്ങനെയല്ല. ന്യൂമറേറ്ററിൽ ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനും ഡിനോമിനേറ്ററിൽ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനും വന്നു. അപ്പോൾ ഇത്തരത്തിലൊരു പ്രോബ്ലം വന്നാൽ നമ്മൾ എന്താണ് ചെയ്യാൻ നോക്കുക. അതിനായിട്ട് ആദ്യം നമ്മൾ ഇല്ല ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടല്ലോ ന്യൂമറേറ്ററിലത്തെ, അതിനെ നമ്മളിത് എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു ഇതിനെ എ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഡി ബൈ ഡി എക്സ് ഓഫ് ഡിനോമിനേറ്റർ ആരാണ് കിടക്കുന്ന പോളിനോമിയൽ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അല്ലേ. 2x² പ്ലസ് 6x പ്ലസ് 5 പ്ലസ് ബി. ഇങ്ങനെ നമ്മൾ എഴുതുന്നു. എന്താ ചെയ്യുന്നത്, ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ മുകളിൽ ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനും ന്യൂമറേറ്ററിൽ ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനും ഡിനോമിനേറ്ററിൽ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻ്റഗ്രൽ കാണാൻ വേണ്ടിയിട്ട് ന്യൂമറേറ്ററിലുള്ള ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനെ ഒരു കോൺസ്റ്റൻറ്റ് ദാറ്റ് ഇസ് എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ പ്ലസ് ബി, ഇങ്ങനെ നമ്മൾ എഴുതാം. ഇനി ഇതിൽ നിന്ന് എൻ്റെയും ബിൻ്റെയും വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 2x² ഡെറിവേറ്റീവ് എന്താ 2 ഇൻറ്റു x² ഡെറിവേറ്റീവ് 2x പ്ലസ് 6x ഡെറിവേറ്റീവ് എന്താ 6 ആണ് അല്ലേ. കോൺസ്റ്റൻ്റ് പുറത്തേക്ക് എടുത്തു. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ 6 ഇൻറ്റു 1 6 എന്ന് വന്നു. പ്ലസ് 5 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. പ്ലസ് ബി ഇതല്ലേ വരുന്നത്, ദാറ്റ് ഈസ് എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 2 ഇൻറ്റു 2x 4x പ്ലസ് 6 പ്ലസ് ബി. ബ്രാക്കറ്റിനുള്ളിലൊക്കെ പുറത്തേക്ക് എടുക്കുകയാണ്. എ ഇൻറ്റു 4x എന്ന് പറഞ്ഞാൽ 4ax പ്ലസ് എ ഇൻറ്റു 6a പ്ലസ് ബി. എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 4ax പ്ലസ് 6a പ്ലസ് ബി. ഇനി നമ്മൾ എക്സിൻ്റെ കോഎഫിഷ്യൻസിനൊക്കെ ഇക്വേറ്റ് ചെയ്യുക, കോൺസ്റ്റൻറ്റ് ടേംസിന് ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ നോക്കൂ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ 1 അല്ലേ. 1 ഇൻറ്റു എക്സ് ആണല്ലോ എക്സ്. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്, 0 അല്ല കേട്ടോ. അതുപോലെ ഈ ഒരു ഇക്വേഷനിൽ നോക്കിക്കേ, റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കൂ, അതിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ 4a അല്ലേ. അപ്പോൾ നമുക്കത് രണ്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 1 ഈസ് ഈക്വൽ ടു 4a എന്ന് കിട്ടും ഇല്ലേ. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു 1/4. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഈ ഒരു ഇക്വേഷനിൽ കോൺസ്റ്റൻറ്റ് ടേംസ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കോൺസ്റ്റൻറ്റ് ആരാണ് +2 അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ കോൺസ്റ്റൻറ്റ്, ഇവിടെ എക്സിൻ്റെ ടേം ഉണ്ട്, കോൺസ്റ്റൻ്റ് അല്ല. കോൺസ്റ്റൻ്റ് ആരൊക്കെയാ 6a പ്ലസ് ബി വിച്ച് ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു എൻ്റെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചില്ലേ 1/4 എന്ന്, അതിട്ട് കൊടുത്തു പ്ലസ് ബി. ദാറ്റ് ഈസ് 2 4 2 ടൈംസ് 6 3 ടൈംസ് ദാറ്റ് ഈസ് 3/2 പ്ലസ് ബി എന്ന് കിട്ടി. 2 ഈസ് ഈക്വൽ ടു therefore b ഈസ് ഈക്വൽ ടു 2 മൈനസ് 3/2. എന്താ ആൻസർ വരാം 1/2 എന്ന് കിട്ടും ഇല്ലേ. അപ്പോൾ നോക്കൂ, നമുക്ക് എൻ്റെ വാല്യൂം കിട്ടി, ബിൻ്റെ വാല്യൂം കിട്ടി. ഇതുവരെ ക്ലിയർ ആയെന്ന് വിചാരിക്കണം. therefore ഈ ഒരു ഇക്വേഷൻ 1 എന്ത് വരും, ഇക്വേഷൻ 1 ബിക്കംസ് എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ദാറ്റ് ഇസ് 1/4 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ദാറ്റ് ഇസ് 4x പ്ലസ് 6 പ്ലസ് ബി എന്ന് പറയുന്നത് എത്രയാണ് 1/2. ഇത് നമുക്ക് കിട്ടിയില്ലേ. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ്റഗ്രൽ എക്സ് പ്ലസ് 2x² പ്ലസ് 6x പ്ലസ് 5 dx ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് പ്ലസ് 2 നമ്മൾ ഈ ഒരു വാല്യൂ ആണിട്ട് കൊടുക്കുന്നത്. അത് 1/4 4x പ്ലസ് 6 പ്ലസ് 1/2 ഇൻറ്റു ഡിവൈഡ് ബൈ 2x² പ്ലസ് 6x പ്ലസ് 5 dx. ഇനി ഓരോ ടേംസിനെ സെപ്പറേറ്റ് ചെയ്യാണ്. ദാറ്റ് ഇസ് 1/4 ഇൻ്റഗ്രൽ 4x പ്ലസ് 6/2x² പ്ലസ് 6x പ്ലസ് 5 dx പ്ലസ് ഇവിടെ 1/2 ഇൻ്റഗ്രൽ 1/2x² പ്ലസ് 6x പ്ലസ് 5
5dx. ക്ലിയർ ആയോ? അതിവിടെ ഒന്നും ചെയ്തില്ല, ഓരോ ടേം സെപ്പറേറ്റ്. 1/4 4x + 6 ബൈ ഡിനോമിനേറ്റർ പ്ലസ് 1/2 ഡിവൈഡ് ബൈ ഇങ്ങനെ എഴുതി. ഇതിൽ 1/4 കോൺസ്റ്റൻ്റ് അപ്പോൾ പുറത്തേക്ക് എടുത്തു. ഇൻ്റഗ്രൽ 4x + 6 ഡിവൈഡ് ബൈ 2x² + 6x + 5dx പ്ലസ് ഇവിടെ 1/2 കോൺസ്റ്റൻ്റ് ആണ്, അതിനെ പുറത്തേക്ക് എടുത്തു. ഇൻ്റഗ്രലിന് വെളിക്ക് എടുത്തു. 1/2 ഇൻ്റഗ്രൽ 1/2x² + 6x + 5dx എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ 1/4 ഇൻറ്റു ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ നമുക്ക് കാണണം, ഇതും കാണണം ഇല്ലേ? അപ്പോൾ അതിന് സെപ്പറേറ്റ് കാണാം. അപ്പോൾ ഈ ഒരു ഇൻ്റഗ്രലിനെ I1 എന്ന് കൊടുത്തു പ്ലസ് 1/2 ഇൻറ്റു അടുത്തൊരു ഇൻ്റഗ്രലിനെ I2 എന്ന് കൊടുത്തു. നമ്മുടെ ഇക്വേഷൻ 2. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് I1ൻ്റെ വാല്യൂ കാണുന്നു, അതുപോലെ തന്നെ I2ൻ്റെ വാല്യൂ കാണുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതുവാണ് I1 എടുത്ത് എഴുതാണ്. I1 = ഇൻ്റഗ്രൽ 4x + 6 ബൈ 2x² + 6x + 5dx. ഇത് നോക്കിക്കേ, എന്താണിത്? ഡിനോമിനേറ്ററിൽ ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വഴി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരിക്കും അതിൻ്റെ വാല്യൂ വരിക? ലോഗ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ അല്ലേ? അതായത് ഇൻ്റഗ്രൽ ഓഫ് ഡിനോമിനേറ്ററിൽ 2x² + 6x + 5 എന്നുണ്ട്. ആ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിൽ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എന്താ വരിക? ലോഗ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ആണ്. അതിനിപ്പോൾ ക്ലിയർ ആയില്ലെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി ചെയ്യാം. പുട്ട് t = 2x² + 6x + 5 നമ്മൾ t എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് dt/dx = 2 ഇൻറ്റു x² ഡെറിവേറ്റീവ് എന്താ? വിത്ത് റെസ്പെക്ട് x 2x ആണ്, പ്ലസ് 6xൻ്റെ ഡെറിവേറ്റീവ് 6, ദാറ്റ് ഈസ് 4x + 6 എന്ന് വന്നു. Therefore dt = 4x + 6 ഇൻറ്റു dx. ഇതെല്ലാം നമുക്ക് വരുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ I1 = ഇൻ്റഗ്രൽ 4x + 6 ബൈ 2x² + 6x + 5dx = ഇൻ്റഗ്രൽ 4x + 6dx എന്ന് പറയുന്നത് എന്തുവാ? dt ആണല്ലേ. അപ്പോൾ dt ഇൻറ്റു dt ബൈ 2x² + 6x + 5 എന്താ? t ആണ്. ഇതെന്താണ് ഫോർമുല? ഇൻ്റഗ്രൽ 1/x dx എന്ന് പറയുന്നത് എന്താ? log x + c അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും? ഇൻ്റഗ്രൽ 1/t dt എന്ന് പറഞ്ഞാൽ എന്താ? log t പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ്, അതിന് ഞാനിവിടെ C1 കൊടുക്കുകയാണ് കേട്ടോ. വിച്ച് = log ടീൻ്റെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? log 2x² + 6x + 5 + C1. ഓക്കെ, നമുക്ക് I1ൻ്റെ വാല്യൂ കിട്ടി. ഇനി അതുപോലെ തന്നെ I2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, I2 = എന്തായിരുന്നു? I2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻ്റഗ്രൽ 1/2x² + 6x + 5dx. ഓക്കെ, ഇതിന് നമ്മൾ ആദ്യം ചെയ്തതിലൊരു മെത്തേഡ്, ആ മെത്തേഡ് വഴി തന്നെ ചെയ്യണം. കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ഓർമ്മയുണ്ടോ? നമ്മളിതിൽ ഡിനോമിനേറ്റർ എടുത്ത് എഴുതാണ് 2x² + 6x + 5. ഇതിൽ നമുക്കറിയാം കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ x² കോഎഫിഷ്യൻറ്റ് 1 ആവണല്ലേ. ഇവിടെ 2 ആണ്. അപ്പോൾ 2നെ എല്ലാതൊന്നും പുറത്തേക്ക് എടുക്കുകയാണ്. എല്ലാ ടേംസിലും 2നെ പുറത്തേക്ക് എടുക്കുമ്പോൾ x² + 6/2 x + 5/2 എന്ന് വരും. ദാറ്റ് ഈസ് 2 ഇൻറ്റു x² + 3x + 5/2 ഇങ്ങനെയല്ലേ വരുന്നത്? ഓക്കെ, ഇനി 2 ഇൻറ്റു ഇവിടെ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് അപ്ലൈ ചെയ്ത് നോക്കൂ. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 3 ആണ്. 3ൻ്റെ പകുതി 3/2. 3/2ൻ്റെ സ്ക്വയർ എന്താ? 3/2ൻ്റെ സ്ക്വയർ 9/4 അല്ലേ വരുന്നത്? 9/4 എന്ന് പറഞ്ഞ ടേം കൊണ്ട് ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ഷൻ ചെയ്യുന്നു. അത് x² + 3x + 9/4 - 9/4 + 5/2. ബാക്കിയുള്ള റിമൈനിങ് ടൈം എഴുതി. വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു നോക്കൂ, ഇതാരുടെ എക്സ്പാൻഷനാ? x + 3/2 ഉണ്ട് അല്ലേ? x + 3/2 ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ് അത്. ഇനി -9/4 + 5/2 എന്താ വരെ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 1/4 എന്ന് വരും.
ഇല്ലേ? ക്രോസ് മൾട്ടിപ്ലിക്കേഷനൊക്കെ അറിയാമെന്ന് വിചാരിക്കണു. വിച്ച് ഇസ് ഈക്വൽ ടു 1/4 എന്ന് വരും. പ്ലസ് 1/4 എന്ന് തന്നെ. അപ്പോൾ നമ്മളിത് പ്ലസ് 1/4 അഗെയിൻ 2 ഇൻറ്റു എക്സ് പ്ലസ് 3/2 ഹോൾ സ്ക്വയർ പ്ലസ് 1/4 നമുക്ക് 1/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതി കൂടെ. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേജ് വരെ നിങ്ങൾക്ക് ക്ലിയർ ആയി. ഇനി I2, നമ്മുടെ I2 എടുത്ത് ഏതാണ്? I2 is equal to ഇൻറ്റഗ്രൽ 1/2x² പ്ലസ് 6x പ്ലസ് 5 ഇപ്പോൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതേതാണ്? 2 ഇൻറ്റു എക്സ് പ്ലസ് 3/2 ഹോൾ സ്ക്വയർ പ്ലസ് 1/2 സ്ക്വയർ ഇൻറ്റു dx. ഇവിടെ 1/2 കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുക്കണു. 1/2 ഇൻറ്റഗ്രൽ 1/x പ്ലസ് 3/2 ഹോൾ സ്ക്വയർ പ്ലസ് 1/2 ഹോൾ സ്ക്വയർ dx. ഓക്കെ, ഇതുവരെ ക്ലിയർ ആയല്ലോ. ഇനി നോക്കിക്കേ, ഇത് ഏത് ഫോർമുല നമ്മളിവിടെ അപ്ലൈ ചെയ്യുക? ഇൻറ്റഗ്രൽ 1/x² പ്ലസ് a². ആ ഒരു ഫോർമുലയിലെ അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് ഫോർമുല, 6 ഫോർമുലാസിലെ ഫസ്റ്റ് ഫോർമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ആ ഫോർമുല എന്താ ഓർമ്മയുണ്ടാവും? 1/a tan ഇൻവേഴ്സ് x/a അല്ലേ? അത് 1/aയുടെ പൊസിഷനിൽ കിടക്കുന്നത് 1/2 ആണ്. 1/2 tan ഇൻവേഴ്സ് എക്സിൻ്റെ അവിടെ എവിടെ കിടക്കുന്നത് എന്താ? എക്സ് പ്ലസ് 3/2 tan ഇൻവേഴ്സ് x/a എന്നാണ് ഫോർമുല. എയുടെ അവിടെ എഴുതി പ്ലസ് C2, ഒരു കോൺസ്റ്റൻ്റ് അടുത്ത് കോൺസ്റ്റൻ്റ് C2 എന്ന് കൊടുത്തു. വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 1/1/2 എന്താ വരിക? 2 എന്ന് വരും അല്ലേ? 2 tan ഇൻവേഴ്സ്, ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഓർ LCM എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? എക്സ് ഇൻറ്റു 2 2x പ്ലസ് 3/2 ഹോൾ ഡിവൈഡ് ബൈ 1/2 പ്ലസ് സി. ഡിനോമിനേറ്ററിൽ 2 × 2 ക്യാൻസൽ ചെയ്തു. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെയും 2 × 2 വെട്ടിപ്പോയി. 1 ഇൻറ്റു tan ഇൻവേഴ്സ് 2x പ്ലസ് 3 പ്ലസ് C2. ഇതാണ് നമ്മുടെ I2. I2ൻ്റെ വാല്യൂ ആണ് ഇത്. ഇനി നമ്മുടെ ഇക്വേഷൻ 1 എന്താ? ഇക്വേഷൻ 1 എന്താ? 1/4 I1 പ്ലസ് 1/2 I2 അല്ലേ? ഇനി നമ്മൾ അവിടെ ഇട്ട് കൊടുക്കുകയാണ്. എടുത്ത് വീണ്ടും എഴുതണം കേട്ടോ. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു 1/4 I1. I1ൻ്റെ വാല്യൂ എന്താ നമുക്ക് കിട്ടിയത്? ഇതാ I1 ഇസ് ഈക്വൽ ടു ലോഗ് കിട്ടിയില്ലേ? അപ്പോൾ അതെടുത്ത് എഴുതാണ് ലോഗ് 2x² പ്ലസ് 6x പ്ലസ് 5 പ്ലസ് 1/2. I2ൻ്റെ വാല്യൂ എന്താ കിട്ടി? 1/2 tan ഇൻവേഴ്സ് 2x പ്ലസ് 3. ഇനി രണ്ടിടത്തും C1 പ്ലസ് C1 പ്ലസ് C2 ഉണ്ട്. അതായത് കോൺസ്റ്റൻ്റ് ആഡ് ചെയ്യണം. അതിന് കോമൺ ആയിട്ട് നമുക്കൊരു C എന്ന് പറഞ്ഞ് കൊടുക്കാം. ഈ ഒരു പ്രോബ്ലം ഇച്ചിരി ലെങ്തി ആണ്, പക്ഷെ അത് എളുപ്പമുള്ളൊരു പ്രോബ്ലമാണ്. സിമ്പിളാണ്. ലെങ്തി ആണെന്നേ ഉള്ളൂ. അതായത് 2 ഇൻ്റഗ്രൽ സെപ്പറേറ്റ് കാണും. അപ്പോൾ ഇത്തിരി ലെങ്ത് ഉണ്ടാവും ആ പ്രോബ്ലത്തിന്. അത് മാത്രമേ ഉള്ളൂ. 2 ഇൻ്റഗ്രൽ സെപ്പറേറ്റ് കാണാൻ എളുപ്പമാണ്. ഒരെണ്ണത്തിൽ മിക്കപ്പോഴും ലോഗ് എന്നുള്ള ഒരു ടേം തന്നെയാണ് വരുന്നുണ്ടാവുക. രണ്ടാമത്തേൽ നമുക്കറിയുന്ന നമ്മൾ ഇത്ര നേരം ചെയ്ത് പഠിച്ച ഒരു മെത്തേഡിൽ, അതായത് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡോ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻ്റഗ്രലായിരിക്കും വരിക. അപ്പോൾ 2ൻ്റെയും ഇൻ്റഗ്രൽസ് സെപ്പറേറ്റ് കാണാം. എന്നിട്ട് ഇക്വേഷൻ 1 അത് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടി. ഈ ഒരു ക്വസ്റ്റ്യൻ നല്ലോണം വീഡിയോസ് ഒന്ന് കാണാം. എന്നിട്ട് ഏതെങ്കിലും സെക്ഷൻ പോർഷൻ മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് 2 ഹോംവർക്ക് ടീച്ചർ തരുവാണ്. ഹോംവർക്ക് എഴുതിയെടുക്കുക. ഹോംവർക്കിൻ്റെ സൊല്യൂഷൻ അയക്കുന്ന PDF ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത പോലത്തെ പ്രോബ്ലംസാണ്. അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ഹോംവർക്കായിട്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസർ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നോട്ടിലത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും ആൻസർ. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇൻ്റഗ്രേഷൻ ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള സെക്ഷൻസ് മനസ്സിലായെന്ന് വിചാരിക്കണു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ചിരിക്കാതെ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.